അഡ്വക്കേറ്റ് PK അബൂബക്കർ സാഹിബ്, സ്വാഗതം ആശംസിച്ച AM ഷബീർ സാഹിബ്, ഈ യോഗത്തിൽ സമാപനം കുറിക്കുന്ന AM അബൂബക്കർ സാഹിബ്, എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാനിൻ്റെ ഈ സായം സന്ധ്യയിൽ ഇഫ്താറിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഉമ്മത്ത് മുസ്ലിമയുടെ വിവിധ കൂട്ടായ്മകളിൽ, എല്ലാ കൂട്ടായ്മകളിലും ഒരു നന്മയുണ്ട്. അതിലൊന്നാണ് ഫ്രൈഡേ ക്ലബ്ബ് എന്ന എറണാകുളത്തെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയുടെ പേരിൽ ഒരുമിച്ചിട്ടുള്ള നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിൻ്റെ വഴിയിൽ നന്മ ചെയ്യാനുള്ള ഒരവസരമായി ഈ കൂട്ടായ്മയെ അള്ളാഹു വളർത്തുകയും നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ ചെലവഴിക്കുന്ന ഈ സമയം അള്ളാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ ജീവിതത്തിൽ ലഭിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിൽ 9 റമദാനാണ് ലഭിച്ചത്. പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രയോ റമദാനുകൾ ലഭിച്ചിരിക്കുന്നു. പ്രവാചകനേക്കാൾ കൂടുതൽ റമദാനിൽ നോമ്പ് പിടിച്ചത് നമ്മളാണ്. ഹിജറ 2-ാം വർഷം പ്രവാചകന്റെ നോമ്പ് റമദാനിൽ ആദ്യം ആരംഭിക്കുന്നു. ഹിജറ 10-ാം വർഷം റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ റബീഉൽ അവ്വലിൽ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്നു. അങ്ങനെ കേവലം 9 റമദാൻ മാത്രം ലഭിച്ചിട്ടുള്ള പുണ്യപ്രവാചകന്റെ അനുയായികളായ നമുക്ക് എത്രയോ റമദാനുകൾ ജീവിതത്തിൽ ലഭിച്ചു. ഓരോ റമദാൻ വരുമ്പോഴും നമുക്കൊരു ആത്മസന്തോഷമാണ്. റമദാനിന്റെ മുന്നോടിയായി റജബ് മാസം, ഹിജറ കലണ്ടറിലെ റജബ് മാസം എത്തുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങും, അല്ലാഹുവേ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ ശഹ്റ റമദാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങൾക്ക് നീ ബർക്കത്ത് ഐശ്വര്യം ചൊരിയണേ. വ ബല്ലിഗ്നാ റമദാൻ, നീ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ പഠിച്ചവൻ. അപ്പൊ ശഅബാനിലും റജബിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് റമദാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണേ എന്നാണ്. അങ്ങനെ എത്താത്ത പല സഹോദരങ്ങളുമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് അള്ളാഹുവിലേക്ക് യാത്രയായി. അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരത്തിൽ ഞാൻ പങ്കെടുത്തു. ഈ റമദാൻ അദ്ദേഹത്തിന് മുഴുവൻ കിട്ടിയില്ല. അപ്പൊ നമ്മിൽ തന്നെ ഈ റമദാൻ മുഴുവൻ ലഭിക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഖുർആനെ മുന്നിൽ വെച്ച്, പ്രവാചക സുന്നത്തിനെ മുന്നിൽ വെച്ച് എനിക്ക് പറയാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അള്ളാഹുവിലേക്ക് യാത്രയായ ആ സുഹൃത്തും ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരും ഇനിയിപ്പോൾ ഈ ദിവസം തന്നെ മരിച്ചാൽ പോലും ഈ റമദാനിൽ മുഴുവൻ നോമ്പ് പിടിച്ചതിൻ്റെ പുണ്യമായിരിക്കും നമുക്ക് പടച്ചവൻ്റെ അടുത്ത് നിന്ന് ലഭിക്കുക. കാരണം നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഈ റമദാൻ മുഴുവൻ നോമ്പ് പിടിക്കണമെന്ന്. നമ്മുടെ നിയ്യത്തായിരുന്നത്. നിയ്യത്താണല്ലോ പ്രധാനം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടങ്ങാത്ത ആഗ്രഹമാണ് ഒരു റമദാൻ ലഭിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റജബിലെത്തുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഈ 3 മാസങ്ങളെയും ഉപമിച്ചുകൊണ്ട് പറഞ്ഞത്, റജബു കരീഹി, റജബ് എന്ന് പറയുന്നത് ഒരു കാറ്റ് പോലെയാണ്. റജബ് മാസത്തിന്റെ ഉപമ അതൊരു കാറ്റ് പോലെയാണ്. ശഅബാനു കൽ ഗമാം, ശഅബാൻ എന്ന് പറയുന്നത് മേഘം പോലെയാണ്. കാറ്റ് തെളിച്ചു കൊണ്ടുവരുന്ന മേഘം, അതാണ് ശഅബാൻ. റമദാൻ കൽ മത്തർ, റമദാൻ എന്ന് പറയുന്നത് മഴയാണ്. അപ്പൊ റജബിൽ എത്തുമ്പോൾ തന്നെ കാറ്റ് വരും. കാറ്റ് വരുമ്പോൾ തന്നെ സൂചനയാണ് മേഘം ഇപ്പോൾ വരും. ആ മേഘം മഴയായി പെയ്തിറങ്ങും. സത്യത്തിൽ നമ്മൾ തന്നെയും സാഹിത്യ ഭാഷക്കപ്പുറത്ത് നമ്മുടെ കൽബ് തട്ടി തന്നെ പറയേണ്ടതുമാണ് റമദാൻ മഴ.
അപ്പൊ ഈ 3 മാസങ്ങൾ തമ്മിലുള്ള ഒരു പാരസ്പര്യമാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്ന, പടച്ചവന്റെ കാരുണ്യം, അവന്റെ അനുഗ്രഹം പെയ്തിറങ്ങുന്ന ഒരു മാസമാണ് റമളാൻ. പരിശുദ്ധ ഖുർആൻ ഈ കാറ്റിനെ അല്ലെങ്കിൽ മഴയെ അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് ഉപമിച്ചിട്ടുണ്ട്. ഹുവല്ലദി യുർസിലു റിയാഹ ബൈന യദൈ റഹ്മത്തിഹി. മഴയാകുന്ന കാരുണ്യത്തിന്റെ മുന്നോടിയായി കാറ്റിനെ അയക്കുന്നത് അവനാണ്. മഴയെപ്പറ്റി പറയുന്നിടത്തുള്ള ഖുർആന്റെ പ്രസ്താവനയാണ്. മഴയ്ക്ക് മുന്നോടിയായി മഴ വരുന്നു എന്ന സൂചന നൽകി കാറ്റ് വരുന്നു. അപ്പൊ കാറ്റിനെ മഴയ്ക്ക് മുന്നോടിയായി അതിന്റെ സൂചനയായി അയക്കുന്നത് പടച്ചോനാണ് എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് മഴയെ ഖുർആൻ ഉപയോഗിച്ച വാക്ക് മത്തർ എന്നല്ല. ഹുവല്ലദി യുർസിലു റിയാഹ ബൈന യദൈ റഹ്മത്തിഹി. അവിടെ മഴയെ ഖുർആൻ റഹ്മത്ത് എന്നാണ് ഉപയോഗിച്ചത്. അപ്പൊ നമ്മൾ തന്നെ ഒരു മഴ കിട്ടിയാൽ എത്ര സന്തോഷിക്കും. ഈ സമയത്തൊരു മഴ വരണമെന്ന് നമ്മൾ കൊതിക്കുന്നില്ലേ? അപ്പൊ മഴ വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ആ മഴയെ റഹ്മത്ത് എന്ന് ഖുർആൻ ഉപമിച്ചു. നമ്മൾ മനസ്സിലാക്കണം, പടച്ചവനിൽ നിന്ന് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ റഹ്മത്ത് എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് അള്ളാഹു വഹി ഇറക്കി എന്നതുപോലെ, മഴ ഇറക്കി എന്നതുപോലെ തന്നെ പടച്ചവനിൽ നിന്ന് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ റഹ്മത്ത്, അള്ളാഹു മാനവരാശിയോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യം. അധ്യക്ഷ പ്രാസംഗികം സൂചിപ്പിച്ച പോലെ ഖുർആനാകുന്ന റഹ്മത്ത് അവൻ നമുക്ക് നൽകി എന്നുള്ളതാണ്. ഖുർആൻ ഇല്ലാത്ത ഒരു ലോകത്തെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. വേദം ഇറക്കപ്പെടാത്ത ഒരു സമൂഹത്തെ പറ്റി നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര മോശമായിരിക്കും ആ സമൂഹത്തിന്റെ അവസ്ഥ. മാനവരാശിയോടുള്ള പടച്ചവന്റെ ഏറ്റവും വലിയ കാരുണ്യം അത് ഖുർആൻ തന്നു എന്നത് തന്നെയാണ്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് റഹ്മാൻ, അർ-റഹ്മാൻ പരമകാരുണ്യവാനാണ് അവൻ. എന്താ അവനെ പറ്റി റഹ്മാൻ എന്ന് പറയാൻ കാരണം? അല്ലമൽ ഖുർആൻ, അവൻ നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു. അർ-റഹ്മാൻ പറഞ്ഞ ഉടനെ അല്ലമൽ ഖുർആൻ എന്ന് പറയേണ്ട കാരണം എന്താ? പടച്ചവൻ നിങ്ങൾക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ റഹ്മത്ത്. അള്ളാഹു റഹ്മാൻ ആയത് ഒന്നാമതായി നിങ്ങൾക്ക് ഈ മഹത്തായ വെളിപാട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലോകം കണ്ട ഏറ്റവും വലിയ വിശ്വസ്തന്റെ നാവിലൂടെ അള്ളാഹു മാനവരാശിയോട് സംസാരം തുടങ്ങിയത് ഒരു പരിശുദ്ധ റമളാനിലാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസ്. ഈ മാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്നതാണ്. സത്യത്തിൽ റമളാൻ എന്ന് പറയുന്നത് ഖുർആനിന്റെ വാർഷികമാണ്. ഖുർആനിന്റെ വാർഷികം എന്നതാണ് ഈ മാസത്തിന്റെ മൗലികമായ സവിശേഷത. അല്ലാഹു തആല ഈ ഖുർആൻ ഇറക്കിയത് ശഅബാനിലായിരുന്നെങ്കിൽ, റജബിലായിരുന്നെങ്കിൽ, റബീഉൽ അവ്വലിലായിരുന്നെങ്കിൽ, നോമ്പ് അള്ളാഹു നിശ്ചയിക്കുക ആ മാസത്തിലാകുമായിരുന്നു. നോമ്പ് എന്തുകൊണ്ട് അള്ളാഹു റമളാനിൽ നിശ്ചയിച്ചു എന്ന് ചോദിച്ചാൽ ഖുർആൻ ഇറക്കപ്പെട്ടു എന്നതാണ്. എന്നാണ് ഈ ഖുർആനും നോമ്പും തമ്മിലുള്ള വ്യത്യാസം. ഖുർആനിലേക്കുള്ള വഴിയാണ് നോമ്പ്. പരിശുദ്ധ ഖുർആൻ ഈ ലോകത്ത് ഒരു വ്യക്തിയെ വാർത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നു, ഒരു കുടുംബത്തെ വാർത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നു, ഒരു ഉമ്മത്തിനെ, ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു സാമൂഹ്യ ഘടന, അതിൽ കുടുംബമുണ്ട്, വ്യക്തിയുണ്ട്. ഒരു നല്ല ഉത്തമ സമൂഹത്തിന്റെ വാർത്തെടുപ്പ്, ഒരു ഉത്തമ സമൂഹത്തെ വാർത്തെടുക്കാൻ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ആ ആശയ പരിശീലനം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. പരിശുദ്ധ ഖുർആൻ ഒരു ജീവിത പദ്ധതിയാണ്. പരിശുദ്ധ ഖുർആൻ ഒരു ജീവൽ ഗ്രന്ഥമാണ്, അതൊരു മരണ ഗ്രന്ഥമല്ല. ലിയുൻദിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാൻ അള്ളാഹു ഇറക്കിയതാണ് എന്നാണ് ഖുർആൻ അതിനെ സ്വയം വിശേഷിപ്പിക്കുന്നത്. ഖുർആൻ അഡ്രസ് ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്ന സമൂഹത്തെയാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് നയിക്കേണ്ടത്, ഇതാണ് ഖുർആൻ. അതാണ് ഖുർആനിന്റെ ഉള്ളടക്കം. ജീവിക്കുന്നവരോടാണ് ഖുർആൻ സംവദിക്കുന്നത്. വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിക്കൽ ഖൗലു അലൽ കാഫിരീൻ.
എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിന് പടച്ചവൻ തന്ന ഭരണഘടനയാണ്. ഖുർആൻ ഒരു ഭരണഘടനയാണ്, ജീവിതത്തിന് അല്ലാഹ് നൽകിയ ഭരണഘടന. ലോകത്ത് ഒരു ഭരണഘടനയും അതിൻ്റെ അനുയായികൾക്ക് ഇങ്ങനെ ഒരു പരിശീലനം നിശ്ചയിച്ചിട്ടില്ല. ലോകത്തെ ഒരു ഗ്രന്ഥവും അതിൻ്റെ വായനക്കാർക്ക് ഇങ്ങനെ ഒരു പരിശീലനം നിശ്ചയിച്ചിട്ടില്ല, ഖുർആൻ അല്ലാതെ. കാരണം ഖുർആൻ ഉൾക്കൊണ്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾ പരിശീലിക്കണം. ഖുർആൻ ഒരു പാരായണ ഗ്രന്ഥം മാത്രമല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മാസത്തിൽ അള്ളാഹു വ്രതം നിശ്ചയിച്ചു എന്നുള്ളത്. പാരായണം ചെയ്ത് പുണ്യം നേടിയെടുക്കാൻ മാത്രമുള്ള ഒരു ഗ്രന്ഥമായിരുന്നു എങ്കിൽ, നമ്മുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെ ആയിരുന്നല്ലോ ഒരു കാലഘട്ടം വരെ. ഓത്തുപള്ളി നമ്മളൊക്കെ പറഞ്ഞിരുന്നത് അങ്ങനെയാണ്, ഓത്തുപള്ളി എന്ന് പറഞ്ഞാൽ ഖുർആൻ. ഓത്തുപള്ളി എന്ന് പറയുന്നത് ഓതാൻ പഠിപ്പിക്കലാണ്. അത് തന്നെ അറബി മലയാളത്തിൽ നിന്നാണ് തുടങ്ങുക. എന്നിട്ട് എന്താ പഠിപ്പിക്കുന്നത്? ഖുർആൻ ഓതാനുള്ളതാണ്. അങ്ങനെയാണ് ഓത്തുപള്ളി. അതിൽ നിന്ന് മാറി ചിന്തിച്ച് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, മദ്രസ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. ഖുർആൻ ഓതാൻ മാത്രമുള്ളതല്ല, അത് പഠിക്കാൻ കൂടിയുള്ളതാണ്. ദറസ പഠിച്ചു, മദ്രസ പഠിക്കുന്ന സ്ഥലം, സജദ സുജൂദ് ചെയ്തു, മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലം. ഖുർആനിലെ അറബി ഭാഷയിൽ മീം വെച്ചിട്ടാണ് സ്ഥലനാമങ്ങൾ പ്രയോഗിക്കുന്നത്. മീം വെച്ചിട്ട്. ദഹല പ്രവേശിച്ചു, മദ്ഖൽ എൻട്രൻസ്, പ്രവേശിക്കുന്ന സ്ഥലം. ഇതുപോലെ ദറസ എന്ന് പറഞ്ഞ ദർസ് പഠനം, മദ്രസ പഠിപ്പിക്കുന്ന സ്ഥലം. അപ്പൊ ഖുർആൻ അതിൻ്റെ ആശയ സഹിതം ഈ സമൂഹത്തിന്റെ തലമുറ പഠിക്കണം. ഖുർആൻ പഠിക്കാൻ കൂടിയുള്ളതാണ്, ഓതാൻ പാരായണം ചെയ്യാൻ മാത്രമുള്ളതല്ല എന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മദ്രസകൾ ആരംഭിച്ചപ്പോൾ അന്നും എതിർപ്പ് തുടങ്ങിയിരുന്നു. മദ്രസ എന്ന വാക്കിലെ മീമും ജഹന്നം എന്ന വാക്കിലെ മീമും, നരകം, ഈ മീം ഒന്നാണ്. മദ്രസയിലേക്ക് നിങ്ങളുടെ കുട്ടികളെ അയച്ചാൽ നരകത്തിലേക്കാണ് നിങ്ങൾ അവരെ പറഞ്ഞയക്കുന്നത്, ഖുർആൻ പഠിക്കാനുള്ളതല്ല. അത് ഒരു വിഭാഗം മാത്രമാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞ് മദ്രസ എന്ന വാക്കിനോട് പോലും എതിർ ശബ്ദമുയർന്ന ഒരു കാലം കേരളീയ സമൂഹത്തിൽ കാണാൻ കഴിയും. ഇന്ന് അവിടെ നിന്നൊക്കെ ഉയർന്നിട്ട് ഉമ്മത്ത്. അപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് ഓതാനുള്ളതാണ് എന്ന് ചിന്തിച്ച ഒരു ഘട്ടം. സത്യത്തിൽ ഈ ഖുർആൻ ഓതാനുള്ളതല്ല. അല്ലമൽ ഖുർആൻ. അള്ളാഹു പ്രവാചകൻ അയച്ചതിനെ കുറിച്ച് പറയുന്നത് എന്താ? വല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ. ഓതുകയും അവരെ സംസ്കരിക്കുകയും അവരെ കിതാബ്, വേദം പഠിപ്പിക്കുകയും ചെയ്യുന്നു ആ പ്രവാചകൻ. ഈ ഖുർആൻ പഠിക്കുമ്പോഴാണ് ഈ ഖുർആനിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മാസത്തിന്റെ ഒന്നാമത്തെ സവിശേഷത ഇത് ഖുർആനിന്റെ മാസം എന്നുള്ളതാണ്. ഈ ഖുർആനാണ് ലോകത്തെ എല്ലാ മൂല്യങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ലോകത്തെയാണ് അഡ്രസ് ചെയ്ത്. അർ-റഹ്മാൻ അല്ല. 2022 വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ വേൾഡ് കപ്പ് എന്ന് ഫിഫ തന്നെ പ്രഖ്യാപിച്ച ഖത്തർ വേൾഡ് കപ്പ്. ലുസൈൽ എന്ന് പറയുന്ന തമ്പ് മാതൃകകൾ സൃഷ്ടിച്ച, രൂപകൽപ്പന ചെയ്ത ആ സ്റ്റേഡിയത്തിൽ 2022 വേൾഡ് കപ്പിന് തുടക്കം കുറിക്കുമ്പോൾ ലോകം മുഴുവൻ ചാനലുകളിൽ ഇരുന്ന് അത് കാണുമ്പോൾ ആ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അവിടെ കേൾപ്പിക്കപ്പെട്ട ആദ്യത്തെ വചനം നിങ്ങൾക്കൊക്കെ ഇന്നും ഓർമ്മയുണ്ടാകും. ബിസ്മി ഓതിക്കൊണ്ട് അവിടെ ആ സ്റ്റേഡിയത്തിൽ കേട്ടോ, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അങ്ങനെ വിളിച്ചു പറയാൻ ഒരു ഭരണാധികാരിക്ക് അത് ഏറ്റെടുക്കുകയും എന്നിട്ട് ഇസ്ലാമിന്റെ മനോഹര സന്ദേശം ലോകത്തിന് കൈമാറാൻ മോർഗൻ ഫ്രീമാൻ എന്ന് പറയുന്ന അമേരിക്കൻ നടൻ, ഓസ്കർ അവാർഡ് ലഭിച്ചിട്ടുള്ള ഹോളിവുഡിലെ നായകൻ മോർഗൻ ഫ്രീമാനും ഖാനിം അൽ മുഫ്ത എന്ന് പറയുന്ന
ഖത്തർ പൗരനായ അംഗവൈകല്യമുള്ള ആ യുവാവ്, ഇഴഞ്ഞിഴഞ്ഞ് വരുന്ന ഗാനിം അൽ മുഫ്ത, അധികായനായി നിൽക്കുന്ന മോർഗൻ ഫ്രീമാൻ കൈകൊടുക്കുന്നു, ചോദിക്കുന്നു, നമുക്കെങ്ങനെ ഈ രണ്ട് വംശങ്ങൾ തമ്മിൽ ഇങ്ങനെ കൈകൊടുത്ത് ഒന്നിക്കാൻ കഴിയുന്നു? അങ്കുലി പരിമിതനായ ഗാനിം മുഫ്ത അതിന് കൊടുത്ത മറുപടി ഖുർആനിൽ ഒരു ആയത്ത് ഓതിക്കൊണ്ടായിരുന്നു. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. മോർഗൻ ഫ്രീമാൻ കൈയടിച്ചു. സത്യത്തിൽ ലോകം മുഴുവൻ മനസ്സുകൊണ്ട് കൈയടിച്ചു. എന്താണ് ആയത്തിന്റെ അർത്ഥം? ഓ മനുഷ്യരെ, താങ്കളൊരു അറബിയാണ്, ഞാനൊരു അമേരിക്കൻ വംശജനാണ്, നമുക്കെങ്ങനെ ഇങ്ങനെ ഒരുമിക്കാൻ കഴിയുന്നു എന്ന ചോദ്യത്തിന് ഗാനിം മുഫ്ത ഖുർആൻ കൊണ്ടാണ് മറുപടി കൊടുത്തത്. സൂറത്ത് ഹുജറാത്തിൽ ആയത്ത് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, ഓ മനുഷ്യരെ എന്നാണ്. മാൻകൈൻഡ്, നിങ്ങളെ മുഴുവൻ നാം സൃഷ്ടിച്ച ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും. നിങ്ങളെ വ്യത്യസ്ത വംശങ്ങളും ഗോത്രങ്ങളും വ്യത്യസ്ത ഭാഷകളുമാക്കിയത് നിങ്ങൾ തിരിച്ചറിയാൻ, ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയാനുള്ള ഒരു ഉപാധി. ഈ വൈവിധ്യം അതിനാണ്. അതിനപ്പുറം ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് നിങ്ങളിൽ ഉന്നതൻ എന്ന് പറയുന്നത് ദൈവഭക്തി ഉള്ളവരാണ്, ദൈവചിന്ത ഉള്ളവനാണ് എന്ന് പറയുന്ന ലോകത്തെ സകല മനുഷ്യരും ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ജന്മമെടുത്ത മക്കളാണ് എന്ന ഖുർആനിന്റെ മാനവികതയെ അടയാളപ്പെടുത്തുന്ന സൂറത്ത് ഗുജറാത്തിൽ ഈ ആയത്ത്. ഒരു കൊച്ചുദാഹരണം ഞാൻ പറഞ്ഞെന്നുള്ളൂ. ലോകത്തെ മുഴുവൻ ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്ത് BBC ഒഴികെ. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഖത്തർ വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങ് BBC റിപ്പോർട്ട് ലൈവായി കൊടുത്തില്ല. പിന്നെ BBC പറഞ്ഞ കാരണം സ്റ്റേഡിയം നിർമ്മാണത്തിൽ നടന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ്. പക്ഷെ പ്രശ്നം അതൊന്നും ആയിരുന്നില്ല. പക്ഷെ ആ ആരോപണത്തിന്റെ മറവിൽ ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യില്ല എന്ന് BBC തീരുമാനിച്ചു, ചെയ്തുമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ലോകത്താരെങ്കിലും ഇത് അറിയാതെ പോയോ? ലോകം മുഴുവൻ കണ്ടു ഗാനിം മുഫ്ത ഓതിയ ഖുർആനിക വചനം. ഞാൻ അഭിമാനിക്കുന്നു, ഐ പ്രൗഡ് ഖുർആൻ, ഇസ്ലാം ഇങ്ങനൊരു ദർശനത്തിന്റെ ഉള്ളടക്കത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ. നിങ്ങൾക്കറിയോ, കേരളത്തിൽ ഒരു നവയാഥാസ്തികർ എന്ന് പറയുന്ന, നാസ്തികർ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ നമുക്കറിയാലോ, പണ്ടും നാസ്തികരുണ്ട്. പക്ഷേ ഈ നവനാസ്തികർ എന്ന് പറയുന്നത് അവരുടെ ഉന്നം ഇസ്ലാം മാത്രമാണ്. പണ്ടൊക്കെ നാസ്തികർ എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളെയും എതിർക്കും, അവർ മൊത്തം മതവിരുദ്ധരാണ്. പക്ഷെ ഇന്ന് സെലക്റ്റഡ് ആണ്, ഇന്ന് ഇസ്ലാം മാത്രമാണ്, ഇന്ന് ഖുർആൻ മാത്രമാണ് അവരുടെ വിമർശനം. അതുകൊണ്ടാണ് എക്സ് മുസ്ലിം ഉണ്ടാകുന്നത്, എക്സ് ഹിന്ദു ഇല്ല, എക്സ് ക്രിസ്ത്യാനി ഇല്ല. എത്രയോ ആളുകൾ, സഹോദരങ്ങൾ ക്രൈസ്തവ ദർശനത്തിൽ വിശ്വസിക്കാതെ അതിൽ നിന്ന് മുക്തരായി ജീവിക്കുന്നു, നിരീശ്വരവാദികളായി, പൊളിറ്റിക്സിൽ അടക്കം, രാഷ്ട്രീയ രംഗത്തടക്കം. പക്ഷെ അവരൊന്നും എക്സ് ക്രിസ്ത്യാനിയല്ല. അതേസമയം ഈ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും ഖുർആൻ എന്ന് തള്ളിപ്പറഞ്ഞു നോക്കി, എക്സ് മുസ്ലിം എന്ന പദവി കിട്ടുന്നു. ഈ നവനാസ്തികർ. അപ്പോൾ ഞാൻ ഈ പറയുന്ന വ്യക്തി, ഈ മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തി എക്സ് മുസ്ലിം ഒന്നല്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് അദ്ദേഹം വളരെ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന നടത്തി ഖുർആനുമായി ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരൊറ്റ നന്മയെങ്കിലും ഖുർആനിലെ ഈ ആയിരക്കണക്കിന് വചനങ്ങളിൽ എവിടെയും ഇല്ല. ഒരു നന്മയെങ്കിലും ഖുർആനിൽ വേണ്ടേ? വെല്ലുവിളിക്കുകയാണ്. ഞാൻ പറയുന്നത് 2022 വേൾഡ് കപ്പ് ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സന്ദേശം ഖുർആനിന്റെ ഈ നന്മയുണ്ടല്ലോ. നമ്മൾ പിന്നെ ഇങ്ങനെ പറയുന്നവർക്ക് നേർക്ക് നേരെ മറുപടി കൊടുക്കേണ്ടതില്ല. നമ്മൾ സമൂഹത്തെ അഡ്രസ് ചെയ്യുക. മനുഷ്യരാശിയെ ഇങ്ങനെ അഭിസംബോധന ചെയ്ത ഒരു വേദം, ഒരു ഉദരത്തിൽ നിന്ന് ഉദരം, ലോകത്തെ സകല മനുഷ്യരും സഹോദരങ്ങളാണ് എന്ന മൗലികമായ വിപ്ലവകരമായ പ്രഖ്യാപനം. സൂറത്ത് ഗുജറാത്തിലെ ഈ ആയത്ത് അവതരിച്ചൊരു പശ്ചാത്തലം ഉണ്ട് കേട്ടോ.
ഒരുപക്ഷെ മോർഗൻ ഫ്രീമാൻ എന്ന് പറയുന്നത് അമേരിക്കയിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ഒരു പ്രതിനിധി കൂടിയാണ്. മുഹമ്മദ് അലി, ക്യാഷസ് ക്ലേ, മുഹമ്മദ് അലി ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പും തുടർച്ചയായി ഉയർത്തി മെഡൽ ലഭിച്ചു. എന്നിട്ടും അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ ഏറെ നേരം ഇരുന്നിട്ട് വെയിറ്റർ വരുന്നില്ല. തൻ്റെ അടുത്തേക്ക് ഓർഡർ എടുക്കാൻ എന്തുകൊണ്ട് ഇവർ വരുന്നില്ല? അദ്ദേഹം വിളിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ ഓർഡർ എടുക്കുന്നില്ല? സോറി സാർ, താങ്കൾക്ക് ഇവിടെ ഭക്ഷണമില്ല. തൊലി കറുത്തതിൻ്റെ പേരിൽ അപമാനിതനായ ഹോട്ടലിൽ നിന്നിറങ്ങിയ മുഹമ്മദ് അലി വീട്ടിലേക്ക് പോവുകയും അമേരിക്കയ്ക്ക് വേണ്ടി നേടിയെടുത്ത മെഡലുകൾ വാരിയെടുത്ത് ഒഹിയോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ തണലിലേക്ക് വന്നു. എൻ്റെയും എൻ്റെ ജനതയുടെ മോചനം ഈ പരിശുദ്ധ ദർശനത്തിലാണ്. 1400 വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ ബിലാലിനോട് ആവശ്യപ്പെട്ടു. ബിലാല് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ പ്രതിനിധിയാണ്. തൊലി കറുത്തതിൻ്റെ പേരിൽ മാത്രം മനുഷ്യൻ എന്ന പരിഗണന പോലും ലഭിക്കാതെ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അടിമത്തം പേറി ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങി ജീവിക്കേണ്ടി വന്ന ബിലാലിന് എപ്പോഴും ഒട്ടകത്തിന്റെ ചൂരാണ്. ബിലാലിന് ഉമയ്യത്ത് കിടക്കാൻ കൊടുത്തിരിക്കുന്നത് ഒട്ടകത്തിന്റെ ആലയത്തിൽ തന്നെ ഒരു ഇടം. അതുകൊണ്ട് കാവൽക്കാരൻ കൂടിയാണ് ഒട്ടകങ്ങളുടെ. ബിലാലിന് എപ്പോഴും ഒട്ടകത്തിന്റെ ചാണകത്തിന്റെ ഗന്ധമുണ്ടാകും. പാതിരാത്രിയിൽ ബിലാൽ ചിന്തിക്കും, ഞാൻ എന്തേ അടിമയായി? എൻ്റെ യജമാനൻ ഉമയ്യത്ത് വെളുത്തവനായത് കൊണ്ട് മാത്രം എന്നെ കറുത്തവനായി സൃഷ്ടിച്ചവ കറുത്തവരുടെ ദൈവം വേറെയാണോ? അതോ ഞങ്ങളെ രണ്ടുപേരെയും ഒരേ ദൈവമാണോ സൃഷ്ടിച്ചത്? ഞാൻ കറുത്തവനായത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ? കറുത്തവരുടെ വയറ്റിൽ പിറന്നതുകൊണ്ട് ഞാൻ കറുത്തവനായി? സങ്കടം ഇങ്ങനെ തികട്ടി വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിലാൽ എന്ന അടിമ കേൾക്കുന്നത്, മക്കയിൽ ഒരു പ്രവാചകൻ ഉദയം ചെയ്തിരിക്കുന്നു. അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നു, കറുത്തവനും വെളുത്തവനുമെല്ലാം തുല്യരാണ് എന്ന്. ആ പ്രവാചകനെ തേടി ഉമയ്യത്ത് അറിയാതെ ബിലാൽ ചെല്ലുന്നു. ബിലാൽ വരുന്നത് കണ്ട് പ്രവാചകൻ എഴുന്നേറ്റു, ബിലാലിനെ വാരിപ്പുണർന്നു. ജീവിതത്തിൽ ആദ്യമായി തന്നെ കെട്ടിപ്പിടിക്കാൻ, ആലിംഗനം ചെയ്യാൻ ഒരു മനുഷ്യൻ. മുഷിഞ്ഞ വസ്ത്രത്തിൽ ഒട്ടകത്തിന്റെ ചാണകത്തിന്റെ ഗന്ധമുള്ള തന്നെ ബിലാലിനെ മറിച്ചൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു. സഹാബത്തൊക്കെ ബിലാലിനെ പിന്നെ വിളിക്കുന്നത് സയ്യിദുന ബിലാൽ എന്നാണ്, ഞങ്ങളുടെ നേതാവ് ബിലാൽ എന്നാണ്. മക്കം ഫത്തഹിന്റെ വേളയിൽ നബി സല്ലല്ലാഹു ഒരു പരിശുദ്ധ റമദാനിൽ തന്നെയാണ് കേട്ടോ മക്കം ഫത്തഹ്. മക്കം ഫത്തഹിന്റെ വേളയിൽ കഅബയുടെ മുകളിൽ കയറി അല്ലാഹു അക്ബർ, ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന ആ മഹത്തായ പ്രഖ്യാപനം വിളംബരം ചെയ്യാൻ പ്രവാചകൻ തിരയുകയാണ് ഒരാളെ. സിദ്ദീഖുൽ അക്ബർ മുന്നിലുണ്ട്, ഉമർ ഖത്താബുണ്ട്, പലരുമുണ്ട്. തൊട്ടു മുമ്പ് ഇസ്ലാമിലേക്ക് വന്ന ഖാലിദ് ബിൻ വലീദിനെ പോലെ പ്രമുഖരുണ്ട്, സൽമാനുൽ ഫാരിസി ഉണ്ട്. ഇവരെ ഒക്കെ നബി കാണുന്നു. പക്ഷെ താൻ ഉദ്ദേശിക്കുന്ന ആളെ കാണുന്നില്ലല്ലോ. അവസാനം പ്രവാചകൻ ചോദിക്കുകയാണ്, എവിടെ എൻ്റെ പ്രിയപ്പെട്ട ബിലാൽ? എവിടെ എൻ്റെ പ്രിയപ്പെട്ട ബിലാൽ? ബിലാൽ സദസ്സിന്റെ പുറകെ എന്നും അങ്ങനെയാണ്, അന്നും അങ്ങനെയാണ്. ഓടി വന്നു, വിനയത്തോടെ നബിയുടെ മുമ്പിൽ നിന്നു. നബി പറഞ്ഞു, കയറി ബിലാലെ. നമുക്കൊക്കെ അറിയാലോ. അങ്ങനെ കഅബയുടെ മുകളിൽ കയറി ബിലാല് ആദ്യമായി ബാങ്ക് കൊടുത്തപ്പോ ഖുറൈശി പ്രമുഖരായ ചില ആളുകൾ അവരൊരു കമന്റ് ഇട്ടു, അലം യജിദ് മുഹമ്മദുൻ ഗൈറ ഹാദൽ ഖുറാബിൽ അസ്വദ്. മുഹമ്മദിനെ ഈ പ്രഖ്യാപനം നടത്താൻ ഈ കറുത്ത കാക്കയെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ? ഈ കറുത്തവനെ അല്ലാതെ, കാക്കയെ പോലെ ഈ കറുത്തവനെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ മുഹമ്മദിന് ഈ ദൗത്യം നിർവഹിക്കാൻ എന്ന് ആക്ഷേപിച്ചു അത്രേ. ബിലാൽ അത് കേട്ടില്ല കേട്ടോ, നബിയും കേട്ടില്ല, പക്ഷെ തമ്പുരാൻ കേട്ടു. ആ ആക്ഷേപത്തിന് മറുപടിയായിട്ടാണ് ഈ സന്ദർഭത്തിലാണ് ഞാൻ ഓതിവെച്ച ഗുജറാത്തിലെ ഇന്നാ ഹലക്കനാക്കും മിൻ ദക്കരിംബ ഉൻസ എന്ന ആയത്തിന്റെ
സബബുൻ നുസൂൽ, അവതരണ കാരണം തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സയ്യിദുന ബിലാലിനെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടിയായിരുന്നു ഈ ഖുർആൻ. മൈത്രേയനോട് നമ്മൾ പറയും, ഞങ്ങളുടെ കയ്യിലുള്ള ഈ ലോകത്തിൻ്റെ തന്നെ ഗ്രന്ഥം, ഈ ഗ്രന്ഥത്തിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പഠിക്കൂ ഖുർആനിനെ. ഞാൻ അവസാനിപ്പിക്കുന്നു പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ കൊണ്ട്, അവതരണം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസം. ഈ മാസത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം ഖുർആനാണ്. അൽ ഖുർആനു നസാലത്തു മിനല്ലാഹ്, അള്ളാഹുവിന്റെ വിരുന്നാണ് ഖുർആൻ. ആ വിരുന്നിൽ നിങ്ങൾ മതിയാവോളം പങ്കെടുക്കൂ എന്നാണ് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ ഈ മാസത്തിൽ നാം ഏറ്റവും കൂടുതൽ അടുക്കേണ്ടത് അള്ളാഹുവിന്റെ ഖുർആനിനോടാണ്. ഖുർആനോട് നീതി പാലിക്കാതെ റമളാൻ നമുക്ക് പൂർത്തീകരിക്കാനാവില്ല. ഖുർആനെ ചേർത്ത് പിടിക്കാതെ നോമ്പ് കൊണ്ട് മാത്രം ഈ റമളാനോട് നമുക്ക് നീതി പുലർത്താനാവില്ല. ഇത് ഷഹ്റുൽ ഖുർആൻ, ഖുർആനിന്റെ മാസമാണ്. പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു മഹത്തായ സംസ്കാരമുണ്ട്. ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഖുർആനിലെ ഓരോ വചനങ്ങളുടെ ഉള്ളടക്കമുണ്ടല്ലോ, വൽ അസർ, കാലം തന്നെ സത്യം. ഖുർആനിലെ അധ്യായത്തിന്റെ പേര് കാലം എന്നാണ്. വൽ അസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, മനുഷ്യരൊക്കെ നഷ്ടത്തില, 4 ഗുണങ്ങളുള്ളവരൊഴികെ. ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ, വിശ്വാസം, സൽക്കർമ്മം, സത്യം, നന്മ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, ക്ഷമ, സഹനം പരസ്പരം ഉണർത്തുക, ഈ ചതുർഗുണങ്ങൾ ഉള്ളവരൊഴികെ എന്ന് പറഞ്ഞാൽ ഈ 4 ഗുണങ്ങൾ നഷ്ടപ്പെട്ടവനൊക്കെ പരാജയത്തിലാണ്. വിശുദ്ധ ഖുർആൻ മനുഷ്യനോട് പറഞ്ഞത്, നിങ്ങൾ വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, സഹനം കൊണ്ടും നമസ്കാരം കൊണ്ടും. സബർ എന്ന് പറയുന്നത് ഒരു തെറ്റ് ചെയ്തവന് മാപ്പ് കൊടുക്കുന്നതിൻ്റെ പേര് മാത്രമല്ല, സഹനശേഷിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മാസം ഇത് ഖുർആനിന്റെ മാസം എന്നതുപോലെ തന്നെ ഷഹ്റു സബർ, ഇത് സബറിന്റെ മാസമാണ്. ഇത് സഹനത്തിന്റെ എന്താണ് സഹനം എന്ന് പഠിക്കുകയാണ് മനുഷ്യൻ. കൊല്ലം ജില്ലയിലെ കടക്കലിൽ 2 മാസം മുമ്പ് നമ്മൾ വാർത്ത കേട്ടില്ലേ? തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കാൻ കയറിയ 2 ചെറുപ്പക്കാർ പൊറോട്ടക്ക് ചൂടില്ല എന്ന് പറഞ്ഞിട്ട് തർക്കുണ്ടായി കടക്കാരനെ കുത്തിക്കൊന്നു. ചാറ് തന്നില്ല രണ്ടാമത് എന്ന് പറഞ്ഞ് കോഴിക്കോട് തട്ടുകടയിൽ തട്ടുകടക്കാരനെ കൊന്നു. മനുഷ്യ ജീവൻ ഒരു അല്പം, ഒരു പൊറോട്ടയ്ക്ക് വേണ്ടി മനുഷ്യനെ കൊല്ലുക. മനുഷ്യന്റെ ആസക്തി, ആമാശയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു കാലം വരും ഹിമ്മത്തുഹും ബുത്തൂനുഹും, അവരുടെ മുഖ്യ അജണ്ട അന്ന് വയറായിരിക്കും. വയറ് മുഖ്യ അജണ്ട. ദീനുഹും ദീനാറുഹും, ദീനാറായിരിക്കും, പണമായിരിക്കും പലരുടെയും ആദർശം. അവിടെയാണ് ഖുർആൻ തരുന്നൊരു പരിശീലനം. കേവലം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഇരിക്കുന്നതിൻ്റെ പേര് മാത്രമല്ല, അതിൻ്റെ നീയത്തൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ സഹനത്തിന്റെ മാസം, ഒരു നേരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നമ്മളൊക്കെ ഒരു നേരമല്ല. ഗസയിലെ മനുഷ്യരെ നമ്മൾ കണ്ടില്ലേ, ഒരു നേരമല്ല. ആ ജനതയെയാണ് അമേരിക്ക പീഡിപ്പിക്കുന്നത്. നരകമാക്കും ഞങ്ങൾ, കീഴടങ്ങാനേ. സബറിന്റെ പാഠം പഠിച്ചൊരു ജനതയാണവർ. പോരാട്ട വീര്യം ചോർന്നു പോയിട്ടില്ലാത്തൊരു ജനത. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, തെളിയിച്ചവരാണവർ. സ്വലാത്തും സബറും. ജീവനത്തിന്റെ പരീക്ഷണങ്ങൾ അതിജയിക്കുവാനുള്ള കരുത്തിന്റെ പേരാണ് സബർ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഖത്തറിലെ ഗാനിം അൽ മുഫ്ത, ആ അങ്കുലി പരിമിതനായ ആ ഇഴഞ്ഞെഴിഞ്ഞ് വരുന്ന സഹനത്തിന്റെ പ്രതീകമല്ലേ? നമ്മുടെ നാട്ടിൽ ഒരു ഡോക്ടർ ഈ അടുത്ത് ആത്മഹത്യ ചെയ്തു, ജോർജ് പി എബ്രഹാം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്ക് വ്യക്തിപരമായി പോലും ബന്ധമുണ്ടാവും. മനുഷ്യൻ എത്ര ദുർബലനാണ്. ഒരു ചെറുതല്ല, ഒരുപക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നം തന്നെ ആയിരിക്കാം. പക്ഷെ ജീവിതം മടുത്ത് സാധാരണ നിലയിൽ ദൈവം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരെ ആശ്രയിക്കുന്നത് ഡോക്ടറെയാണ്.
തന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ആത്മഹത്യ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റ്, എനിക്കറിയാം ഒരു പേഷ്യൻറ്റിന്, എൻ്റെ നാട്ടിൽ ആലുവയിൽ കിഴുമാട് രതീശൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിന് വേണ്ടി കിഡ്നി മാറ്റിവെക്കാൻ ഒരു വേദി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ രക്ഷാധികാരിയാണ്. ഏതാണ്ട് 28 ലക്ഷം രൂപ ഓൾറെഡി അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റാണ്. അപ്പോൾ ബാക്കി നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക, ക്രോസ് മാച്ചിങ് ഒക്കെ നടക്കുന്നുണ്ടിരിക്കുകയോ. ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ ചെയർമാൻ എന്നെ വിളിച്ചു, ഉസ്താദ് ഒന്ന് വരണം, രതീഷ് ആകെ ഡൗണാണ്. അങ്ങനെ ഞാൻ ചെന്നു. അപ്പോൾ രതീഷും മഞ്ജു, ഭാര്യ മഞ്ജു, അപ്പോൾ രതീഷ് ആകെ ഡൗൺ ആയിരിക്കണം. എന്താ, താൻ അഭയം കണ്ട ഡോക്ടർ ഇല്ല. മനുഷ്യനെ നിസ്സായതെന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാം നമുക്കൊക്കെ തന്ന ഒരു മഹത്തായ മൂല്യം. ആത്മഹത്യ ചെയ്യരുത്, അതൊരു പരിഹാരമല്ല. ജീവിതം അസ്തമിച്ചിട്ടില്ല, ഒരു രാവ് കൊണ്ട് തീരുന്നതല്ല ജീവിതം. അലൈസ സുബ്ഹു ബികരീം, രാവിന് ശേഷം ഒരു പ്രഭാതമുണ്ട്. ഖുർആൻ നമുക്ക് തരുന്ന വെളിച്ചം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും ഈ പരിശുദ്ധ മാസവും നമുക്ക് തരുന്ന മഹത്തായ കുറേ മൂല്യങ്ങളുണ്ട്. തഖ്വയുടെ മൂല്യങ്ങൾ, സബറിൻ്റെ മൂല്യങ്ങൾ, ഖുർആനാകുന്ന മഹത്തായ സമ്മാനം. ഇതൊക്കെ ഉൾക്കൊണ്ട് അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് സൂറ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ബഖറയിലെ നോമ്പിനെ സംബന്ധിച്ച ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. അള്ളാഹു നിങ്ങളെ നേർവഴിയിലാക്കിയതിന് അള്ളാഹുവിനോട് നിങ്ങൾ നന്ദിയുള്ളവരാകണം. ഇങ്ങനെ ഒരു സത്യത്തെ അറിയാൻ നമുക്കൊക്കെ പടച്ചവൻ അവസരം തന്നതിൽ നന്ദിയുള്ളവരാണോ നാം പടച്ചവനോട്? സ്വന്തത്തോട് ചോദിക്കണം നാം, ആത്മവിചാരം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആത്മപരിശോധനയ്ക്ക് വിധേയരായി ഈ പരിശുദ്ധ റമളാനിനെ അതിൻ്റെ മുഴുവൻ ചൈതന്യത്തോടും ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മത്ത് മുസ്ലിമ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കുന്നത്, രാജ്യത്തും ലോകത്തടക്കം. ഇതിനിടയിലൊക്കെ നമുക്ക് ഈ പരീക്ഷണങ്ങൾ അതിജയിക്കുവാനുള്ള പല വഴികളുണ്ട്. നേരത്തെ പറഞ്ഞു, അതേ കൂട്ടത്തിൽ ഒന്നാണ് ഐക്യം എന്ന് പറയുന്നത്. ഐക്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഞാൻ ഇത്തരം കൂട്ടായ്മകളൊക്കെ പോസിറ്റീവായി കാണുന്നത് ഈ കൂട്ടായ്മക്കൊക്കെ അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്, ഒരു ആത്മാവുണ്ട് എന്ന് തന്നെയാണ്. ഈ കൂട്ടായ്മ കൂടുതൽ കരുത്തുറ്റ ഒന്നായി നിലനിൽക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ കൂട്ടായ്മ ഉമ്മത്തിനും ഇസ്ലാമിനും ഗുണകരമാകും വിധം മുന്നോട്ട് പോകുവാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി